ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ മെയിനായിട്ട് വരുന്ന നമ്മുടെ വീട് കാര്യങ്ങളൊക്കെ പണിയുന്ന സമയത്ത് കിച്ചണിൻ്റെ ഏരിയയിൽ നമ്മൾ വയറിങ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ കിച്ചണിൻ്റെ ഏരിയയിൽ വയറിങ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യമേ തന്നെ നമ്മൾ എന്തെല്ലാം ഓപ്ഷൻസാണ് നമുക്ക് വേണ്ടത്, ആദ്യമേ തന്നെ അതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഒരു മോഡുലാർ ടൈപ്പ് നല്ല വലിപ്പം വരുന്നുള്ള രീതിയിലുള്ള കിച്ചണാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് വരുന്ന ഏരിയകളിൽ വരുന്ന കണക്ഷൻസ് ഒക്കെ എങ്ങനെയാണ്? ആദ്യമേ തന്നെ കിച്ചണിൽ മെയിനായിട്ട് വരുന്നത് പവർ പ്ലഗുകളാണ് മെയിനായിട്ട് വരുന്നത്. അതായത് മെയിനായിട്ട് വരുന്ന കിച്ചൺ സ്ലാബ് വരുന്നുണ്ട്, പവർ പ്ലഗ് വരുന്നുണ്ട്, ഫ്രിഡ്ജിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്, ഹീറ്ററിൻ്റെ നമ്മുടെ ഫ്രിഡ്ജ്, അതുപോലെ തന്നെ മിക്സി, ഇൻഡക്ഷൻ കുക്കർ, ഇങ്ങനെയുള്ള ഓപ്ഷൻസിൽ പവർ പ്ലഗുകളാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് വരുന്ന സീലിംഗ് വർക്കുകൾ, പിന്നെ ഹോബ്, ചിമ്മിണി കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തിരിയാണ് നമ്മൾ കിച്ചണിൻ്റെ ഏരിയയിൽ വരുന്നത്. അപ്പോൾ ഈ കിച്ചണിൻ്റെ ഏരിയയിൽ അതിൻ്റെ സൈസ് കാര്യങ്ങളും അതിൻ്റെ ഹൈറ്റുമാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കബോർഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ കബോർഡിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമേ തന്നെ കിച്ചണിൻ്റെ ഏരിയയിൽ മെയിനായിട്ട് എൻട്രൻസ് ബോക്സ് എന്ന് പറയുന്നത്, സ്വിച്ച് ബോക്സ് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മുടെ സ്ലാബ് വരുന്നുണ്ട്. ഈ സ്ലാബ് വരുന്നത് 85-90 സെൻറ്റിമീറ്ററിലാണ് അതിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുന്നത്. അതിൻ്റെ താഴെ ആയിരിക്കണം നമുക്ക് ഈ ഹോബിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ 90 അല്ലെങ്കിൽ 85 സെൻറ്റിമീറ്ററിൽ നിന്നും 30 സെൻറ്റിമീറ്റർ ഹൈറ്റിലായിരിക്കണം ഈ വരുന്ന ബോക്സുകൾ വരേണ്ടത്. അതായത് 85-90 സെൻറ്റിമീറ്റർ സ്ലാബ് വരും. അതിൽ നിന്ന് ഒരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഈ പറയുന്ന രണ്ട് ബോക്സുകളും. അതായത് മെയിനായിട്ട് വരുന്ന പവർ പ്ലഗുകൾ, മോട്ടറിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ ഇൻഡക്ഷൻ കുക്കറിന്, അതുപോലെ തന്നെ മിക്സി, അതുപോലുള്ള പവർ പ്ലഗ് കാര്യങ്ങൾക്കൊക്കെ, പിന്നെ ഓവൻ ഉണ്ടെങ്കിൽ ഓവൻ, അതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ലാബിൻ്റെ മുകളിൽ നമ്മൾ ഈ പറയുന്ന ഒരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഈ ബോക്സുകൾ കാര്യങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ 120 സെൻറ്റിമീറ്ററിൽ മുകളിലേക്ക് നമുക്ക് ആ ബോക്സുകൾ കൊടുക്കാം. പിന്നെ വരുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ചിമ്മിണി വരുന്ന ഏരിയകളിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഏരിയയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിൻ്റെ ഏരിയ ഡിഷ് വാഷർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിൽ അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജ് ഇടാനുള്ള ഏരിയ ഉണ്ടെങ്കിൽ അതിലേക്കും സെപ്പറേറ്റ് തിരിച്ച് ഒരു 140 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഫ്രിഡ്ജിന് ഓപ്ഷൻ കൊടുത്തു. ഇനി നേരെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ വർക്ക് ഏരിയയിലും ഇതുപോലെ തന്നെ മെയിനായിട്ട് വരുന്ന എൻട്രൻസ് സ്വിച്ച് എന്ന് പറയുന്നത് 130 സെൻറ്റിമീറ്റർ ഹൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് പോയിൻറ്റുകൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വയറിംഗ് ആണ് നമ്മൾ ഈ കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ നമുക്ക് വർക്ക് ഏരിയയിൽ നമ്മൾ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 130 സെൻറ്റിമീറ്ററാണ് വർക്ക് ഏരിയ വരുന്നത്. 130 സെൻറ്റിമീറ്ററിലാണ് അതിൻ്റെ പവർ പ്ലഗ് എല്ലാ കാര്യങ്ങളും കൊടുക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ചിമ്മിണി വയ്ക്കുന്ന ഏരിയകളിൽ പൈപ്പ് കൊണ്ടുപോകുന്നത് വളരെ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ചിമ്മിണിയുടെ ഔട്ട് നമ്മൾ പുറത്തേക്ക്, അതായത് ചിമ്മിണിയുടെ എന്ന് ഉദ്ദേശിച്ച ഹോബിൻ്റെ ഔട്ട് നമ്മൾ അതിൻ്റെ ഏറ് കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്ന പൈപ്പ് 6 ഇഞ്ച് പൈപ്പ് നമ്മൾ, അല്ലെങ്കിൽ 4 ഇഞ്ച് പൈപ്പ് നമ്മൾ കൊടുക്കും. ആ തുളയ്ക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഓൾറെഡി തന്നെ ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഹോളിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും സേഫ്റ്റി. അതല്ല, വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹോബ് പിടിപ്പിക്കുന്ന സമയത്ത്, തുളയ്ക്കുന്ന സമയത്ത് പൈപ്പൊക്കെ അതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ വയറൊക്കെ കട്ടാവാനും കാര്യങ്ങൾക്കൊക്കെ റിസ്ക് ഉണ്ടാവാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടും. അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ കിച്ചൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഹോബിൻ്റെ പൈപ്പ് ഇടാനുള്ള 6 ഇഞ്ച് പൈപ്പോ അല്ലെങ്കിൽ പറയുന്ന 4 ഇഞ്ച് പൈപ്പോ അല്ലെങ്കിൽ 5 ഇഞ്ച് പൈപ്പോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ നമ്മൾ പുറത്തേക്ക് ഏറ്റവും നല്ല 6 ഇഞ്ച് പൈപ്പ് തന്നെ റൗണ്ട് പൈപ്പ് വാങ്ങിക്കാൻ കിട്ടും. ഒരു 10 ഇഞ്ച് ഹൈറ്റിൽ, 10 ഇഞ്ച് നീളത്തിൽ അത് നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തേക്കുന്ന സമയത്ത് പ്ലാസ്റ്റ് ചെയ്ത് പോകും. അതിലൂടെ പുറത്തേക്കാണ് നമ്മുടെ ഹോബിൻ്റെ ഓപ്ഷനുള്ള പൈപ്പ് ഇട്ട് ക്ലിയർ ചെയ്ത് പോകും. അതുപോലെ തന്നെ എക്സോസ്റ്റ് നമ്മൾ സ്ക്വയർ ടൈപ്പാണോ പൈപ്പ് ടൈപ്പാണോ വെക്കുന്നതെന്ന് ഉദ്ദേശിച്ച് അതിനും ഈ പറയുന്ന പൈപ്പ് കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നീറ്റായിട്ട് നമുക്ക് കിച്ചൻ്റെ ഏരിയയിൽ നീറ്റായിട്ട് ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, കിച്ചൻ്റെ ഏരിയയിൽ വയറിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. പല ഡ്രില്ലിങ് കാര്യങ്ങൾ വരുന്ന ഏരിയയാണ്, അതുപോലെ തന്നെ വാട്ടർ ലൈൻ കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് കിച്ചൻ്റെ ഏരിയയിൽ ചെയ്യാനായിട്ട്. ഏറ്റവും നല്ലത് ഏറ്റവും മുകളിലൂടെ തന്നെ വയറിങ് കാര്യങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും സേഫ്റ്റി ആയിരിക്കും. കാരണം കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, കബോർഡ് ഉറപ്പിക്കുന്ന സമയത്ത് ഈ കാണുന്ന പൈപ്പുകളിലൊക്കെ നമ്മൾ ഈ പറയുന്ന ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പൈപ്പുകളിലെല്ലാം തന്നെ ഡ്രില്ല് ചെയ്ത് കയറാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു ബോക്സ്, ഇപ്പോൾ ഈ കാണുന്നത് നമ്മളൊരു ബോക്സ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ ലെവലിൽ നമുക്ക് പൈപ്പ് അറിയാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ലത് ഏറ്റവും മുകളിലൂടെ തന്നെ കിച്ചൻ്റെ ഏരിയയിലുള്ള പൈപ്പുകൾ കൊണ്ടുപോകുകയാണെങ്കിൽ വളരെ രീതിയിലുള്ള സേഫ്റ്റി കാര്യങ്ങൾ, ട്രിപ്പിങ് കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഈ കബോർഡ് പിടിപ്പിക്കുന്ന സമയത്തുള്ള ഡ്രില്ലിങ്ങിൽ പൈപ്പിൽ യാതൊരു സംഭവിക്കാത്ത രീതിയിൽ ക്ലിയർ ചെയ്യാനും പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, ഇതുപോലെ ഇൻഫോർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക, ഷെയർ കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.